ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സെയിൽ വീഡിയോ അല്ല, കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട്. അത് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടേക്കുവാണ്, അങ്ങനെ കൺഫേം ആക്കാതെ കിടക്കുന്നു. അപ്പം നമ്മൾ മുകളിലെ കാര്യങ്ങളല്ലേ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ. താഴെ ഇപ്പോൾ മുകളിൽ ഇരുന്ന ചെടികളെല്ലാം താഴോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലൊന്നും കിട്ടത്തില്ല. അതാ ഇവിടെയെല്ലാം ഇതൊക്കെ നല്ല റോസാണ്, പക്ഷേ വെയിൽ നല്ല കിട്ടത്തില്ല. ഇത് തെറ്റിയാണ്. ഇങ്ങനെ കുറേ പ്ലാന്റ്സുകൾ താഴോട്ട് ഇറക്കി വെച്ചേട്ടാ. ഒത്തിരി പ്ലാന്റ്സ് താഴോട്ടായിപ്പോയി. അങ്ങേറ്റമൊക്കെ വെച്ചിട്ടുണ്ട്, സ്ഥലമില്ലാത്തത് കാരണം. ഇത് മുകളിൽ വെച്ച് നിന്ന പൊന്നാങ്കണ്ണി ചീരയാണ്. ഇത്രയും ഉണ്ട്. എല്ലാം കൂടി ഒരിടത്ത് ചെറിയ കലങ്ങളിൽ പോലെ വെച്ചത് മാത്രം മുകളിൽ വെച്ചിട്ടുണ്ട്. ബാക്കി ചെറിയ ചട്ടികളിൽ വെച്ചതെല്ലാം ഞാനൊരു തടിയിട്ട് കയറ്റി വെച്ചേക്കാണ്, മുകളിലോട്ട് കയറ്റി. അപ്പോൾ ഇത്രയും ഭംഗിയായിട്ട് പൊന്നാങ്കണ്ണി ചീര ഇരിക്കും. പിന്നെ ഇതുപോലെ ഇവിടെയും റോസൊക്കെ വെച്ചിട്ടുണ്ട്, പിടിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് നേരം വെയിൽ കാണും കേട്ടോ, ഇങ്ങനെ വെയിലടിക്കുന്നുണ്ട്. ഇത് മറ്റേ കേശവർദ്ധിനിയാണ്. പിന്നെ ഒരു ടബിൽ മാത്രം ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചേക്കും. നമുക്ക് ഏതെങ്കിലും ട്യൂബറുണ്ടെങ്കിൽ ഇട്ടേക്കാം. ചിലപ്പോഴൊക്കെ എലി എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. മിക്കവാറും ഒക്കെ അങ്ങ് എടുത്തുകൊണ്ട് പോകാറുണ്ട്, കാണാറില്ല. അപ്പോൾ ഇത് ഒത്തിരി ആമ്പലും ഉണ്ട്, താമരയുടേത് ഞാൻ ചെറുതൊക്കെ അങ്ങ് ഇടും. അപ്പം എല്ലാം കൂടെ മിക്സിങ് ആയാലും പ്രശ്നമില്ല. ഇവിടെ ഇരുന്ന് പൂക്കുവാണെങ്കിൽ പൂക്കട്ടെ എന്ന് വിചാരിച്ച്, സ്പേസ് ഇല്ലല്ലോ അല്ലാതെ. പിന്നെ ഇവിടെയും കുറച്ച് പ്ലാന്റ്സുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഒരു മതിലുണ്ട്. മതിലിൻ്റെ പുറത്തും ഇനി നിറയാനായിട്ട് സ്ഥലം ഇനിയില്ല. ഇതാ ഇത്രയും പ്ലാന്റ്സുകൾ ഈ മതിലിൻ്റെ മണ്ടയ്ക്കും കയറ്റി ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് പനിക്കൂർക്കയില, ഇത് വൈറ്റാണ് റോസ. പിന്നെ അതുപോലെ താഴെയും ഇവിടെയും വെച്ചിട്ടുണ്ട് സ്നേക്ക് പ്ലാന്റ്, ബാമ്പു. പിന്നെ ഈ പ്ലാന്റ്സുകൾ ഇവിടെ കുറേ വെച്ചിട്ടുണ്ട് ഞാൻ. ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ കുറേ സമയം കഴിയുമ്പോൾ നല്ല വെയിലാണ് കേട്ടോ, വൈകുന്നേരം വരെയും. പിന്നെ ഇത് റോസും എല്ലാം താഴെ വെച്ചു. കുറച്ചൊക്കെ വെയിൽ കിട്ടത്തുള്ളൂ, എന്നാലും പിന്നെ ഞാൻ കൊണ്ടുവച്ചായിരുന്നു. ഈ പ്ലാന്റ്സൊക്കെ വേണമെന്നുള്ളത് പറഞ്ഞാൽ മതി കേട്ടോ, കുറഞ്ഞ പൈസയ്ക്ക് ഞാൻ തരാം. എനിക്കിപ്പം വയ്ക്കണമെന്നും ഇല്ല. ഇവിടെ ഇങ്ങനെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് സെയിൽ ചെയ്യാനാണ് ഇങ്ങനെ വെച്ചത്. പക്ഷേ ഒന്നും പോയിട്ടില്ല, കുറച്ചൊക്കെ പോയതേ ഉള്ളൂ. പിന്നെ ഈ ചെടിയുണ്ട്. പിന്നെ ടർട്ടിൽ വൈൻ ഒരുപാട് ഞാൻ വളർത്തിയതാണ്, കുറേ അങ്ങ് പോയി. മേളിൽ ടാങ്കിൻ്റെ അവിടെയൊക്കെ ഇഷ്ടംപോലെ നിന്ന് ഞാൻ എടുത്ത് താഴോട്ട് എറിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ചട്ടി മറച്ച് ഭംഗിക്ക് നിൽപ്പുണ്ട്. അത് തൂക്കിയിടുന്ന ചട്ടിയല്ല, അല്ലാത്തതാണ്. പിന്നെ ഇതൊരു ബോഗൺവില്ലയാണ്. നമ്മളെ ഷീറ്റിൻ്റെ പുറത്തൂടെ കിടക്കുന്നതിൻ്റെ ഒരു കട്ടിങ്സ് ഞാൻ എടുത്ത് വെച്ചതാണ്. അതങ്ങനെ നിൽപ്പുണ്ട്. മാറ്റിക്കഴിഞ്ഞാലുണ്ടല്ലോ അതങ്ങ് ചീത്തയായി പോകുന്നുണ്ട്, അതങ്ങ്. പിന്നെ ഇതിലൊരു തെറ്റിയാണ്. പിന്നെ വേസ്റ്റ് കൊണ്ടിടുന്നത് കാരണം ഈ പടവലമാണെന്ന് തോന്നി, ഏതാണെന്നറിയില്ല, ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. ഇങ്ങനെയും അതിൽ നിറയെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പ്ലാന്റ്സ് എല്ലാം ഉണ്ട്, ആവശ്യമുള്ളത് പറഞ്ഞാൽ മതി കേട്ടോ. ഇത് പീഷ്യയുടെ പിങ്ക് തന്നെയാണ്. പിന്നെ ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഈ കളറുണ്ട്, പിന്നെ ഈ കളറുണ്ട്, പിന്നെ ഇതുണ്ട്. എൻ്റെ പിങ്കി കുട്ടി പോകാതിരിക്കാൻ വേണ്ടി ഈ നെറ്റ് എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇവിടെ നിന്ന് അപ്പുറം പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഒത്തിരി പൂച്ചകളൊക്കെ കാണും. അതൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ഇവള് ഓട്ടമാണ് ഭയങ്കര. മേളിയിരുന്ന കുറേയൊക്കെ ചട്ടിയും ചീത്തയായി കേട്ടോ, ഒത്തിരി വർഷങ്ങളായതാണ്. അങ്ങനെ ഫുള്ളും മുകളിൽ കിടന്നതാണ്. ഇതെല്ലാം ഈ ടർട്ടിൽ വൈനൊക്കെ മുകളിൽ കിടന്നതാണ്. അതെല്ലാം ഇനി താഴേക്ക് ഞാൻ വലിച്ചെറിഞ്ഞ്. ഇപ്പം നമ്മുടെ ബാക്ക് സൈഡ് കണ്ടിട്ടില്ല അല്ലേ, ഇവിടെയും കുറച്ചൊക്കെ വെയിൽ ഇപ്പോഴൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് താമരയൊന്നും വെക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ 2-3 വാഴയൊക്കെ ഉണ്ട് കേട്ടോ. വാഴ ഒരു ദിവസം ഉള്ളത് ഒന്ന് മറിഞ്ഞ് വീണ് പോയി കേട്ടോ. ഇവിടെ നിന്നത് മണ്ണില്ലാതെ നിൽപ്പുണ്ടായിരുന്നു, മൂട്ടിലേ മണ്ണില്ല, അങ്ങനെ അതങ്ങ് മറിഞ്ഞ് വീണ് പോയി. പിന്നെ ഇതെല്ലാം മുകളിൽ ഇരുന്ന ചെടികളാണ്, കൂടുതലും മുകളിൽ ഇരുന്നതാണ്. റോസ് വരെയും താഴോട്ടാക്കി. വെയിൽ കിട്ടിയില്ലെങ്കിൽ അതും പൂക്കത്തില്ല. എല്ലാം ഒരു വിഷമമാണ്, സ്ഥലമില്ലാത്തത് കാരണം. ഈ കിണറ്റിൻ്റെ ചുറ്റിനും കൊണ്ട് വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ ഇതിലൊക്കെ ബഡ് വന്നിട്ടുണ്ട് റോസിലൊക്കെ. അങ്ങനെ ഇവിടെ എല്ലാം മുകളിൽ ഇരുന്നതാണ്. ഇതെല്ലാം ഈ ചാമ്പമരം എല്ലാം നമുക്ക് മുകളിൽ ഇരുന്നതാണ്. അപ്പം നമ്മുടെ സ്ഥലം ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കിൽ വന്നാൽ ഇത്രയാണ് നമുക്കുള്ളത്. കുറച്ച് വാഴയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു സപ്പോട്ട, അങ്ങനെ കുറേയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. മാവുണ്ട്, മാവ് വലുതായില്ല, ചെറുതായിട്ട് നിൽപ്പുണ്ട്. പിന്നെ ജാമ്പയുണ്ട്, പേരയുണ്ടായിരുന്നു കേട്ടോ. പേര മൂടങ്ങ് ഉണങ്ങിപ്പോയി പെട്ടെന്ന്. പിടിച്ചതായിരുന്നു, കായെല്ലാം പിടിച്ചതായിരുന്നു. പിന്നെ ഇവിടെ ഒരു 2 ടബ് കൊണ്ടുവച്ചിരുന്നു കേട്ടോ. ഒന്ന്
ഇവിടെ തേങ്ങ വെട്ടിയിട്ടപ്പോഴത്തേക്ക് അതങ്ങ് ഇതിൻ്റെ പുറത്തൂടെ വന്ന് വീണ് പൊട്ടിപ്പോയി. ഞാനിവിടെ എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവച്ചതാണ്. ഇത് ജാപ്പോണിക്ക അതാണ്ടേ ഫ്ലവർ വന്നിട്ടുണ്ട്. കുറച്ചിവിടെ കൊണ്ടുവച്ചിട്ടുണ്ടേ. ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് നോക്കുമ്പോഴുണ്ട് ഒരു കാക്ക വന്നിരുന്ന്. ഞാനിതിൽ നിറയെ വെള്ളം ഒഴിക്കും, ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പറ്റുന്ന സമയത്ത് ഇതിനകത്ത് നിറച്ചൊഴിക്കും. ഒച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വന്ന് നോക്കുന്ന സമയത്ത് രണ്ട് കാക്ക വന്ന് ഇതിൽ നല്ല സുഖമായിട്ട് കുളി. എന്നിട്ട് വെള്ളം ഇങ്ങനെ ചിറകിട്ട് അടിച്ചടിച്ച് ഇവിടെ അത്രയും വെള്ളം, തറ മൊത്തവും വെള്ളം, ഇവിടെ ഇത്രയും വെള്ളം, ഫുൾ വെള്ളം. എൻ്റെ സൗണ്ട് കേട്ടതും പറന്നങ്ങ് പോയി ചിറകൊക്കെ ഇട്ട് ഉണക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ പാടാണ് ഇപ്പം. എനിക്ക് മുകളിലോട്ടും കയറാൻ വയ്യ. ഇവിടെയും അതുപോലെ തന്നെ. ഇവിടെ ഭയങ്കര കുളിയാണ്. കുളക്കോഴി അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ ഇപ്പം. നല്ല വെള്ളമൊക്കെ കിട്ടുകയല്ലേ. ഇത് എലിമ്പൻ പുളി നമ്മൾ പുളിഞ്ചിക്ക എന്ന് പറയും. നിറയെ പൂക്കും കേട്ടോ. ഞാൻ ഇഷ്ടംപോലെ എടുത്ത് കഴിഞ്ഞ് വീണ്ടും പൂ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ മുരിങ്ങയുണ്ട്. അത് കായ്ച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല, അതെല്ലാം കൂടെ ഒടിഞ്ഞങ്ങ് വീഴും. പിന്നെ ഇവിടെ ചേമ്പ് അങ്ങനെ കുറച്ച് എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കറിവേപ്പാണെങ്കിൽ ഇതാണ്ട് ഇഷ്ടം പോലെ അവിടെ പിടിക്കുന്നുണ്ട്. കറിവേപ്പാണ് ഈ ഒരു തൈ വെച്ച് ഇഷ്ടം പോലെ എല്ലാ സ്ഥലത്തും ഇതാ ഇവിടെ നിൽക്കുന്ന കറിവേപ്പ്. ഇതാ ഈ ചെവിടിനോട് ചേർന്ന് കറിവേപ്പ് നിൽക്കുന്നു. ഇവിടെ മൊത്തവും കറിവേപ്പ് തന്നെ. അങ്ങനെയാണ്. ഇവിടെ എലിയും കയറാറുണ്ട് കേട്ടോ. എലി കണ്ട തുരന്നൊക്കെ ഇട്ടേക്കുന്ന എല്ലാം വലിച്ചു പറക്കിയൊക്കെ ഇട്ടേക്കാണ്. എലി ഭയങ്കര ശല്യമാണ് ഇവിടെ. നമുക്ക് ഇത്ര സ്ഥലമേ ഉള്ളൂ കേട്ടോ. ഇത്രയാണുള്ളത്. വീട് കഴിഞ്ഞാൽ വീട്ടിന് മുന്നേ കുറച്ച് സ്ഥലം, ആ ഓട്ടോ ഇടുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ. ബാക്കിൽ ഇത്രയും സ്ഥലമുണ്ട്. വെയിലുണ്ടെങ്കിൽ പ്രശ്നമില്ല, ഇവിടെ എന്തെങ്കിലും ചെയ്ത് നമുക്ക് വയ്ക്കാം. പക്ഷേ വലുതായിട്ട് വെയിലില്ല. വെയിൽ എപ്പോഴും കിട്ടത്തില്ല. താമരയ്ക്ക് പറ്റത്തില്ല. ബാക്കിയുള്ള ചെടികളെല്ലാം നമുക്ക് വയ്ക്കാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ ബാക്ക് നമ്മൾ മേൽഭാഗം മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഇതും കൂടെ കാണിക്കണമെന്ന് തോന്നി, അതാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ സെയിൽ വീഡിയോ ആയിട്ട് വലുതായിട്ടില്ല. ഇനിയിപ്പം ട്യൂബറൊക്കെ വരുന്ന സമയത്തും പിന്നെ ആമ്പൽ നോക്കിയിട്ടും ഒന്നും ഫ്ലവറിങ് ആയിട്ടില്ല. ഫ്ലവറിങ് ആയത് 1-2 ഉള്ളൂ. അത് ഇച്ചിരി റേറ്റ് കൂടുതലായതുകൊണ്ട് ആളില്ല. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഇനി ഞാൻ ട്യൂബേഴ്സ് എടുക്കുകയുള്ളൂ. സെയിൽ വളരെ ഇച്ചിരി ഡിമ്മായത് കാരണം ഞാൻ ട്യൂബേഴ്സ് വലുതായിട്ട് എടുക്കുന്നില്ലായിരുന്നു. എൻ്റെതൊക്കെ തന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്ത് എടുത്ത് സെയിൽ ചെയ്യുമായിരുന്നു. ഇനിയിപ്പം ഞാൻ എൻ്റെ ട്യൂബേഴ്സ് ഏകദേശം കഴിയാറായി. അപ്പോൾ ഇനി പുറത്തൊന്നും കൂടെ എടുത്ത് ചെയ്യുന്നതായിരിക്കും. പിന്നെ ആമ്പലും അതുപോലെ തന്നെ എൻ്റേത് ഫ്ലവർ ആവുന്ന സമയത്ത് ഞാനത് സെയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.